സോ ഇപ്പോൾ സ്പെഷ്യലി കേരളയിൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷൻ ഇസ് ലൈക്ക് പേരൻസ് യു എയിലോ ലണ്ടനിലോ അവിടെയൊക്കെ പോയി വർക്ക് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയാണ് മോസ്റ്റ്ലി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പേരൻസിന് ചില പേരൻസിന് കുറ്റബോധമുണ്ട്, മൈ ചൈൽഡ് ഇസ് യുവർ അങ്ങനെ. ചില പേരൻസ് ആർ ലൈക്ക് മൈ കരിയർ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന മാതാപിതാക്കളോട് സംടൈംസ് വി ആർ ഇൻ എ ഡൈലമ. യു ആർ അറ്റ് ഫോൾട്ട് എന്ന് പറയണോ, യു ആർ നോട്ട് അറ്റ് ഫോൾട്ട് എന്ന് പറയണോ? നമ്മൾ ഡെഫിനറ്റ്ലി 100% ഒരു കുഞ്ഞിന് ഏറ്റവും വേണ്ടത് പേരൻസിൻ്റെ, എപ്പോഴും പേരൻസ് കഴിഞ്ഞാണ് നമ്മൾ ഗ്രാൻഡ് പേരൻസ് വരുന്നത്. പക്ഷേ ഇൻ കേസ് പേരൻസിന് പറ്റിയില്ല, ജീവിത സാഹചര്യം, ചിലർക്ക് ഒരുപാട് കടമുണ്ടാവും, പൈസയുടെ ആവശ്യമുണ്ട്, നമുക്ക് പോയി ജീവിച്ചേ പറ്റുള്ളൂ, ലോൺ അടയ്ക്കാനുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പറ്റുന്ന അത്രയും കാലം നിങ്ങളുടെ പേരൻസിനെ കൂടെ നിർത്തി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത്രയും നല്ലത്. കാരണം നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളെപ്പോലെ നിങ്ങളുടെ കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നത് നിങ്ങളുടെ പേരൻസ്, കുട്ടിയുടെ ഗ്രാൻഡ് പേരൻസ് മാത്രമേ ഉള്ളൂ. വേഴ്സ് കം വേഴ്സ് നിങ്ങൾക്ക് വിടാം, ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ വിടുക എന്നുള്ളൊരു ഓപ്ഷൻ. നമുക്ക് ആരെയും, ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. നമുക്ക് പുറത്തുനിന്ന് അഭിപ്രായം പറയാൻ എളുപ്പമാണ്, പക്ഷേ അവരുടെ റിയൽ ലൈഫിൽ അവർ ഇപ്പോൾ നഴ്സിംഗ് പഠിച്ചവരുടെ ലോൺ അടയ്ക്കാനുണ്ടാവും, വീട് വെച്ചതിൻ്റെ ഭയങ്കര തീർത്താ തീരാത്ത കടമുണ്ടാവും. അപ്പം നമുക്ക് അവരോട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയാൻ പറ്റില്ലല്ലോ. ദാറ്റ്സ് റൈറ്റ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു കമൻറ്റ് വന്നിരുന്നു, ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളെ ദയാവധം ചെയ്യണം മെർസിക്കലി. ആൻഡ് വിവർ അത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ അസ്റ്റോണിഷ്ഡ്. ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് എ സൊസൈറ്റി? ബിക്കോസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളെപ്പോഴും ഒരു ന്യൂറോ ഡൈവേഴ്സ് കുഞ്ഞിനും അല്ലാതെയും പറയുന്നത്. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഒരിക്കലും പാടില്ല. കാരണം ഈ ഓട്ടിസം ഉള്ള കുട്ടികൾ ഒരുപാട് ഇപ്പം പല പല മേഖലകളിൽ എത്തിപ്പെടുന്നുണ്ട്. മെയിൻലി ഞാൻ നോക്കിയിട്ട് എൻ്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ എന്ന് പോയപ്പോൾ ഇപ്പം തന്നെ ഓട്ടിസ്റ്റിക് കുട്ടികളുടെ എണ്ണം 100-ൽ 32, 35 തുടങ്ങിയ കണക്കുകളാണ്. അപ്പം ഇവരെ മാറ്റി നിർത്തി ഇനി ഒരു സൊസൈറ്റി നമുക്ക് ഇല്ല, അത് ഉറപ്പാണ്. അപ്പം എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പം US-ലാണെങ്കിലും പുതിയ കണക്കുകൾ പറയുന്നത് അവിടുത്തെ നോർമൽ ന്യൂറോ ടിപ്പിക്കൽ കുഞ്ഞുങ്ങൾ, അവർ ബോയ്സ് ആണെങ്കിൽ ജനറലി ഗെയിമിങ്ങിനൊക്കെ അഡിക്റ്റായി, പിന്നെ ഡ്രഗ്സ് പോലെയുള്ള കാര്യങ്ങൾക്ക് അഡിക്റ്റായി, പ്രൊഡക്റ്റീവായിട്ട് ഒരു ജോബിലെത്തുന്ന കുട്ടികളുടെ എണ്ണം വളരെ 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 കുറവാണ്. സ്റ്റഡീസ് പറയുന്നത് ഗേൾസ് പിന്നെയും യൂണിവേഴ്സിറ്റികളിൽ എത്തുന്നുണ്ട്, ബോയ്സിൻ്റെ കാര്യത്തിൽ ഇല്ല. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് ബിഹേവിയറൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ അവർ ഹൈപ്പർ ഫോക്കസ്ഡ് ആണ്. അവരെ ഒരു കാര്യം ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു അല്ലേ, സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലോ ഇത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ പോകണം, അല്ല അതാണ് ഇതാണ്, ഐ ഹാവ് മെനി തോട്ട്സ് ഗോയിങ് ത്രൂ. താങ്കൾക്കും ജോലിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഓട്ടിസം ഉള്ളൊരു കുട്ടി അങ്ങനെയല്ല, അവരൊരു കാര്യം ചെയ്യുമ്പം അത് മാത്രമേ അവരുടെ തലയിലുള്ളൂ. എക്സാമ്പിൾ എലോൺ മസ്ക്. എല്ലാവരും പറയും എലോൺ മസ്കിൻ്റെ എക്സാമ്പിൾ പറയുന്നു, ഒരിക്കലും അല്ല, എലോൺ മസ്ക് ഒരു എക്സാമ്പിൾ തന്നെയാണ് ആ ലെവൽ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾ, അവർ മേ ബി എല്ലാത്തിലും സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ സബ്ജക്റ്റിലും ഒരു ജനറൽ സെനാരിയോയിൽ അവർ കൊള്ളത്തില്ലായിരിക്കാം. മേ ബി അവർക്ക് ഫിസിക്സും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇവർക്ക് ചില കാര്യങ്ങളിൽ ഭയങ്കര ഷാർപ്പ്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഞങ്ങളുടെ ഒരു കുട്ടി കാനഡ ഹാസ് ഗോട്ട് ടാലൻറ്റിലെത്തി. അവൻ്റെ നോൺ വെർബലായിട്ട് ജോലി വന്നൊരു കുട്ടിയാണ്, മലയാളിയാണ്. ഇവിടെ വന്ന് നമ്മൾ ട്രെയിനിങ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് ലെറ്റേഴ്സിനോടുള്ള അഫിനിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. പെൻസിൽ പോലും പഠിക്കാതെ വന്ന കുട്ടിയാണ്. ഇപ്പോൾ 7 വയസ്സിൽ അവൻ പുസ്തകം എഴുതും. കാനഡ ഹാസ് ഗോട്ട് ടാലൻറ്റിൽ 200 ഫ്ലാഗ്സ് വിത്തിൻ 10 to 15 മിനിറ്റ്സ് ആൾ പറഞ്ഞ് അസൈൻമെൻറ്റ് ഷോയിൽ ഇപ്രാവശ്യം കയറി. വാവ്. ഡാനിയൽ എന്ന് പറഞ്ഞ കുട്ടി ഈ വർഷം, ഞങ്ങൾക്ക് 2 ഗിന്നസ് റെക്കോർഡ് ഈ വർഷമുണ്ട്. വേമ്പനാട് കായലിൽ നീന്തിയിട്ട് ഡാനിയൽ. ദയ എന്ന് പറഞ്ഞ കുട്ടി കായലിൽ കൂടെ ഗാഡ്ജറ്റ്സ് ഇല്ലാതെ നീന്തിയിട്ട് ഗിന്നസ് റെക്കോർഡിലെത്തി. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ പേരൻസിൻ്റെ ഒരു എഫേർട്ടും ഉണ്ട്. സെൻറ്റർ മാത്രമല്ല, നമ്മളവരെ ഗൈഡ് ചെയ്യുന്നു എന്നുള്ളത്. ഇത്രയും കൂടുതൽ കുഞ്ഞുങ്ങൾ ഈ ലോകത്തുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ടിൻ്റെ കാര്യമേ ഇല്ല. എൻ്റെ ഒരു വിഷനിൽ ഫ്യൂച്ചർ എപ്പോഴും ഇനിയും ഡൊമിനേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുട്ടികളാണ്. കാരണം മറ്റു കുട്ടികളുടെ ചോയ്സും അവരുടെ വിഷനും ഒക്കെ മാറി തുടങ്ങി. അവർ കുറേ എന്താ പറയുക, കുറച്ച് അത്ര ഹൈപ്പർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ജെൻസി കുട്ടികളൊക്കെ വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾക്കൊരു ചാൻസ് കൊടുത്താൽ അവരത് പ്രൂവ് ചെയ്യും. ഡെഫിനറ്റ്ലി ഇൻക്ലൂഷൻ പോസിബിൾ ആണ്. പക്ഷെ നമ്മളിതിന് കുറച്ചുകൂടെ വർക്ക് ചെയ്യണം. അവരെ ഈ ജനറൽ സിലബസിൽ പഠിപ്പിക്കാതെ, സ്കൂളുകളിൽ പഠിപ്പിക്കാതെ, അവർക്ക് ഫൈൻ ട്യൂൺ ചെയ്യും. അവർ ഇംഗ്ലീഷിലാണ് നല്ലതെങ്കിൽ അത് മാത്രം ട്രെയിൻ ചെയ്യാം, അവർ മാത്സിലാണെങ്കിൽ അത് മാത്രം ട്രെയിൻ ചെയ്യണം. അതിനുള്ളൊരു കരിക്കുലം നമ്മുടെ ഇതിലുണ്ടാകും. ഇൻക്ലൂഷൻ ഷുഡ് നോട്ട് ബി ഇൻ പേപ്പർ, ഇറ്റ് ഷുഡ് ബി റിയൽ. അവരെ തുറച്ചു നോക്കാതെ, അവരെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവർക്കൊരു ഹെൽപ്പ് വേണം, അവർ സൗണ്ട് കൊണ്ട് ഡിസ്ട്രാക്റ്റഡ് ആവണമെങ്കിൽ അവരെ ഒരു കൈ പിടിച്ച് ഹെൽപ്പ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ പറയുന്നു നമ്മൾ ഏബിൾഡ് ആണ്. അപ്പോൾ ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ നമ്മൾ ഡിഫറെൻ്റ് ഏബിൾഡ് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യേണ്ടത് അല്ലേ? ഫ്യൂച്ചർ വിൽ ബി ലൈക്ക് ദാറ്റ്. കാരണം ഇവരുടെ എണ്ണം കൂടി വരികയാണ്. അപ്പം നമ്മൾ അവരെ ഇൻക്ലൂഡ് ചെയ്തേ പറ്റൂ.
വി കനോട്ട് ഹാവ് എ വേൾഡ് വിതൗട്ട് ദാറ്റ്. ഓക്കെ. മാം കഴിഞ്ഞ ദിവസം ഒരു പേരൻ്റ് എന്നോട് പറഞ്ഞേ കുഞ്ഞിനെ നമ്മുടെ ഒരു തെറപ്പി സെൻറ്ററിലേക്ക് വിടാൻ, ബിക്കോസ് അവരുടെ കുഞ്ഞ് ടിപ്പിക്കലി ഡെവലപ്പിംഗ് ആയിരുന്നു, എൻ്റെ കുഞ്ഞിനെ നിങ്ങളുടെ സെൻറ്ററിലേക്ക് വിടാൻ പറ്റില്ല ബിക്കോസ് അവിടെ കുറേ അബ്നോർമൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളത്. സോ അബ്നോർമൽ എന്ന് പറയുമ്പോൾ ഐ വാസ് കീൻ വൺ ക്യൂരിയസ് ആൻഡ് ആസ്കിങ് വാട്ട് യു മീൻ. അപ്പോൾ പറഞ്ഞു ഇല്ലില്ല, കുഞ്ഞ് അവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയേഴ്സ് പഠിക്കും. ഓക്കെ. അപ്പോൾ ഇതിന് ആ ഒരു കാര്യത്തിനകത്ത് മാമിന് എന്നാ പറയാനുള്ള കോപ്പിംഗ് ഓഫ് ബിഹേവിയേഴ്സ്? ഞാൻ ചോദിച്ചോളൂ, ഇപ്പോൾ ഈ കുട്ടികൾ നാളെ എവിടെ പോകാൻ പോകുന്നത്? ഇവരെ വീട്ടിൽ ഇരുത്താൻ പോവാണോ? ഇവരെ നാളെ നോർമൽ ലൈഫിലും സൊസൈറ്റിയിൽ ഇറക്കി വിട്ടാലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് പേടിച്ച് നമ്മളൊരു കുഞ്ഞിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതിരുന്നാലോ? അതായത് ഒരു കുഞ്ഞിന് എൻ്റെ ഒരു കണക്ക് കൂട്ടല്ലോ, ഒരു 4 വയസ്സ് 3.5 വയസ്സിൽ താഴെ നല്ലൊരു ഇൻറ്റൻസീവ് ട്രാൻസ്പെറൻറ്റ് പേരൻസിനെ കൂടെ ഇരുത്തി ഫുൾ ഗോൾസ് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ അവരെ ഗൈഡ് ചെയ്ത് ഒരു 3.5-4 വയസ്സിനുള്ളിൽ ഒരു കുഞ്ഞിന് 3 മാസം കൊണ്ട് കിട്ടുന്ന മാറ്റം, ഒരു 4 വയസ്സ് കഴിയുന്ന കുട്ടിയാൽ 5 വയസ്സ് കഴിഞ്ഞാൽ ഏകദേശം 6 മാസം മുതൽ 1 വർഷം വരെ വരും ആ പ്രോഗ്രസ് കിട്ടാൻ, ഏജ് കൂടുന്നു. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ ഇത് പേടിച്ച് സെൻറ്ററിലേക്ക് വിടാതിരിക്കുമ്പോൾ എന്താ പറ്റുന്നത്? ആ കുഞ്ഞിൻ്റെ ഗോൾഡൻ ഏജ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ് പോകുന്നത്. നാളെ ഡെഫിനറ്റ്ലി ഇവർ സൊസൈറ്റിയിലുള്ള എല്ലാവരെയും കാണും, അവരെ കോപ്പി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സെൻറ്റർ ബേസ്ഡ് ഇൻ്റർവെൻഷൻ ഒരിക്കലും നമുക്ക് തടയാൻ പറ്റത്തില്ല. ബിക്കോസ് ദേ ഹാവ് ടു ലീവ്. നമ്മുടെ കാലം കഴിഞ്ഞാൽ അവർ ജീവിക്കണം. അപ്പോൾ അതുകൊണ്ട് അതൊരു ചെറിയ ഫാക്ടറാണ്. അതൊന്നുമല്ല, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ 98% പോസിറ്റീവ് സൈഡാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് 2% എല്ലായിടത്തും. അപ്പം സാധാരണ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ബുള്ളിങ് ഇല്ലേ? ടീച്ചേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ക്രിമിനേഷൻ ഇല്ലേ? ഇതെല്ലാം ഉണ്ടല്ലോ. നമ്മൾ കുട്ടിയെ സ്കൂളിൽ വിടാതിരിക്കും? ഒരിക്കലും ഇല്ല. എല്ലാ 100% പെർഫെക്റ്റ് സിസ്റ്റം ഇല്ല. ആബ്സല്യൂട്ട്ലി മാം. സോ മാമിന് ഇപ്പോൾ ഒരു പോളിസി കൊണ്ടുവരണമെങ്കിൽ ഇൻ ദ ലോ ഫോർ ചിൽഡ്രൻ വിത്ത് ഓട്ടിസം എന്തായിരിക്കും അത്? മെയിൻലി ഇൻക്ലൂഷനിൽ തന്നെയാണ്. ഇൻക്ലൂഷൻ ബൈ റിയൽ മീൻസ്. ഇപ്പോൾ നമ്മൾ സ്കൂൾസിലൊക്കെ അക്സെപ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും പല സ്കൂളിൽ വരെ മാറ്റിയിരുത്താറുണ്ട്. പക്ഷേ അത് ഞാൻ സ്കൂളുകാരെ മാത്രം കുറ്റം പറയത്തില്ല. നമ്മളിപ്പം BRC ഉണ്ട്, അല്ലെങ്കിൽ പല സംവിധാനങ്ങൾ നമുക്കുണ്ടെങ്കിലും ഇവർക്കൊരു പ്രോപ്പർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മാത്രമല്ല, ഞാൻ പറയുന്നത് എല്ലാ മേഖലകളിലും ഒരു കളക്റ്റീവ് കോഴ്സ് ഇവർക്ക് കൊടുക്കണം. ഇത് മാനേജ് ചെയ്യാൻ ഒരു സ്കൂളിൽ 100 കുട്ടികളുണ്ടെങ്കിൽ 35 കുട്ടികൾക്ക് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള പോപ്പുലേഷൻ ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ 40% ഡെവലപ്മെൻറ്റൽ നീഡ് ഉണ്ട് ആസ് പെർ ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം എത്ര പെർസെൻറ്റേജ് ടീച്ചേഴ്സ് ഇതിൽ ട്രെയിൻഡ് ആയിരിക്കണം? 40%. ഈ 40% ടീച്ചേഴ്സിന് പേരിൽ ട്രെയിനിങ് കൊടുക്കാതെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള തിയറി അല്ല ഇതിന് വേണ്ടത്. പ്രാക്ടിക്കലി ഈ കുഞ്ഞിൻ്റെ ഒരു സെൻസറി ഇഷ്യൂ കണ്ടാൽ ഇത് എങ്ങനെ പെരുമാറണം. ഷാഡോ ടീച്ചേഴ്സിന് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഷാഡോ ടീച്ചേഴ്സ് ഇപ്പോൾ ജുവലി ഞങ്ങൾ ഫ്രീ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഷാഡോ ടീച്ചേഴ്സിന്. ദാറ്റ് വാസ് ഡൺ ബൈ MOTs, MASLPs, എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് സൈക്കോളജിസ്റ്റ്. റിയൽ ഹാൻഡ്സ് ഓൺ. അത് ഞങ്ങൾ ചെയ്യാനുള്ള റീസൺ ഈ കുഞ്ഞുങ്ങളെ അമ്മയും അച്ഛനെയും പോലെ സഹായിക്കാനാവുന്ന രണ്ടാമത്തെ ആളാണ് ഷാഡോ ടീച്ചർ. കാരണം നമുക്ക് നമ്മുടെ കുഞ്ഞ് എങ്ങനെയും ഒരു മെയിൻ സ്ട്രീം സ്കൂളിൽ എത്തണം, അഡാപ്റ്റ് ചെയ്യണം, അവരെ നോക്കി കോപ്പി ചെയ്യണം, അവരുടെ കൂടെ ജീവിക്കണം. ഇതാണ് നമ്മുടെ ആവശ്യം. മെയിൻ സ്ട്രീമിങ് ഇസ് വാട്ട് ജുവൽ ഇസ് ദെയർ ഫോർ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അവർക്ക് നല്ല ഷാഡോ ടീച്ചേഴ്സിന് സപ്പോർട്ട്, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. മനസ്സിലായി? 2 സ്കൂൾ ടീച്ചേഴ്സിൽ 40% പേർക്ക് ഈ B.Ed പോലെ തന്നെ ഒരു കോഴ്സ് മാൻഡേറ്ററി ഡിപ്ലോമ പോലെ, അതിപ്പോൾ ടെറ്റൊക്കെ എക്സാം ആണ്. അല്ലാതെ എങ്ങനെയാണ് നമ്മൾ ഈ കുട്ടികളെ കേറ്റർ ചെയ്യുന്നത്? അത് പോളിസിയിൽ വരേണ്ട വലിയൊരു മാറ്റമാണ്. പിന്നെ അതുപോലെ സൊസൈറ്റിയിലാണെങ്കിലും കുറച്ചുകൂടെ സെൻസിറ്റീവ്. പലരും ഇപ്പോൾ ഓട്ടിസം പോലെയുള്ള പ്രശ്നങ്ങൾ മെൻ്റൽ ഡിസീസ് ആണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതല്ല. അവർക്ക് അങ്ങനെ മാനസികമായിട്ടൊരു പ്രശ്നം ഇല്ല. ഇതിനെപ്പറ്റി അവയർനെസ് കൂട്ടുക, ആശാ വർക്കേഴ്സിനെ കുറച്ചുകൂടെ എക്യുപ്പ് ചെയ്യുക, അംഗനവാടികളിൽ കുറച്ചുകൂടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് അംഗനവാടികളിലുള്ള ടീച്ചേഴ്സിന് ഫ്രീ ട്രെയിനിങ് ഗവൺമെൻറ് കൊടുക്കുക. ഈ ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരെ ചൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. തിയറി വെച്ചിട്ട് വീണ്ടും ഗവൺമെൻറ് പൈസ മുടക്കിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അത് ചെയ്യാതെ നമ്മൾ റിയലായിട്ട് ഇതിൽ ഹാൻഡ്സ് ഓൺ നോക്കി എക്സ്പീരിയൻസ് ഉള്ളവരെ എടുത്ത് ഇവർക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിയലായിട്ടല്ല, നമുക്ക് പേപ്പറിലൊന്നും വേണ്ടല്ലോ. ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം വരണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളും ടിപ്പിക്കലി ഡെവലപ്പിംഗ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളും തമ്മിൽ എന്താണ് പേരൻ്റൽ ചാലഞ്ചസ് വരുന്നത്? ഒന്നാമത് അവർക്ക് റെസ്ട്രിക്ഷൻസ് ഒത്തിരി ഉണ്ടാവും. അതായത് ഇപ്പം നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്തായാലും കുഞ്ഞിന് തെറാപ്പിയുടെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പം നമ്മുടെ സമയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. 2 ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. കാരണം ആ കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകണം. പക്ഷേ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏർലി ഡിറ്റക്ഷൻ, ഏർലി ഇൻ്റർവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കുറച്ച് സമയം ഈ കുഞ്ഞ് 2-3 വയസ്സിലാണ് ഇത് നോർമലി ഡിറ്റക്ട് ചെയ്തത്, അല്ലെങ്കിൽ 1.5 വയസ്സിലാണ് ഇപ്പോൾ ഡിറ്റക്ട് ചെയ്യുന്നത്.
അത് ഈവൻ വിർച്വൽ ആയിക്കോട്ടെ മറ്റ് ഓട്ടിസം ആയിക്കോട്ടെ ഏർലി സ്റ്റേജിൽ തന്നെ ഇപ്പം നമുക്ക് അറിയാൻ പറ്റും. 1 വയസ്സാവുന്ന കുഞ്ഞ് ഒറ്റ വാക്കിൽ സംസാരിക്കണം, 2 വയസ്സാകുമ്പോൾ 2 വാക്ക് ചേർത്ത് നീഡ്സ് പറയണം, ഐ കോണ്ടാക്റ്റ് ഇല്ല, നെയിം കോൾ റെസ്പോൺസ് ഇല്ല. ഇങ്ങനെയുള്ള ഏർലി സിംറ്റംസ് എപ്പോഴും പേരൻ്റ് ആവുമ്പം നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഓരോ വയസ്സിലും നിങ്ങളുടെ കുഞ്ഞിൻ്റെ മൈൽ സ്റ്റോൺ എന്താണ്. അത് ഏത് കുട്ടി ആയിക്കോട്ടെ, ന്യൂറോട്ടിപ്പിക്കൽ ആയിക്കോട്ടെ, ന്യൂറോ ഡൈവേർജൻ്റ് ആയിക്കോട്ടെ. ഇതിലൊരു 6 മാസത്തിൽ കൂടുതൽ ഡിലേ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ അഡീഷണലി ചെയ്യുക. സ്റ്റിമുലേറ്റ് ചെയ്യാൻ നോക്കുക, കുട്ടിയെ കൊണ്ട് പുറത്ത് പോവുക, കളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ടും ഒരു 1 ഇയറിൽ കൂടുതൽ നിങ്ങൾക്ക് മൈൽ സ്റ്റോൺ ഗ്യാപ്പ് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾ സീക്കുക. കാരണം ഈ പ്രായത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് നിങ്ങളുടെ ടൈമും നിങ്ങളുടെ മണിയും എല്ലാം സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ഈ ഒരു പ്രായത്തിൽ ഈ കുഞ്ഞിനെ മെയിൻ സ്ട്രീം ചെയ്യാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. മനസ്സിലായി? അങ്ങോട്ട് പോകും തോറും കുഞ്ഞിൻ്റെ മെയിൻ സ്ട്രീം കോംപ്രമൈസ്ഡ് ആവുകയാണ്. 4 വയസ്സ് 3.5 വയസ്സുള്ള കുഞ്ഞ് സ്കൂളിൽ എത്തണമെങ്കിൽ കുഞ്ഞ് ഒരു സെൻറ്റൻസ് ലെവലിൽ ടീച്ചറിനോട് സംസാരിക്കണം. മാം ഐ വോണ്ട് ടു ഗോ ടു ടോയ്ലറ്റ്. അല്ലെങ്കിൽ അവർ പറയുന്ന കമാൻഡ്സ് ഫോളോ ചെയ്യണം. ഓപ്പൺ ദി ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞ് ഓപ്പൺ ചെയ്യണം, ബുക്ക് ഓപ്പൺ ചെയ്യണം. അല്ലാതെ നമ്മുടെ കുഞ്ഞിനടുത്ത് 10 പ്രാവശ്യം സ്കൂളിൽ പറയത്തില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എൻ്റെ കുഞ്ഞ് ഒരു സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ടോ. അതായത് ടീച്ചേഴ്സ് പറഞ്ഞായിരിക്കരുത് ഒരു പേരൻ്റ് അത് അറിയേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ട്രൈ ടു, അതാണ് ഏറ്റവും ഇതിൻ്റെ ഷോർട്ട് കട്ട്. അതാണ് ഏർലി ഡിറ്റക്ഷൻ, ഏർലി ഇൻ്റർവെൻഷൻ. കുഞ്ഞു പ്രായത്തിലെ മനസ്സിലാക്കുക, കുഞ്ഞു പ്രായത്തിലെ സോൾവ് ചെയ്യുക. പിന്നെ എപ്പോഴും കുറച്ചുകൂടെ മുമ്പിലാണ് നമ്മൾ വരുന്നത്. കഴിയുന്നതും നമ്മളെപ്പോഴും കൂടുതൽ ഈ പേരൻസിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഒരു സെൻറ്ററിനെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സെൻറ്റർ ബേസ്ഡ് ഇൻ്റർവെൻഷൻ്റെ കൂടെ കുഞ്ഞിന് സ്കൂളിങ് ഒരിക്കലും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. അത് ഒരിക്കലും ഒരു 5 ദിവസം ആഴ്ച സ്കൂളിൽ കൊണ്ടിരുത്തുക എന്നുള്ള രീതി അല്ല. ശരിക്കും ഒരു മണിക്കൂർ ഒരു ദിവസം, അല്ലെങ്കിൽ 2 മണിക്കൂർ, അങ്ങനെ ഗ്രാജുവൽ ഇത് കൂട്ടി കൊണ്ടുവരാം. അപ്പോൾ ഈ ഫേസസിലൊക്കെ പേരൻസിന് ചലഞ്ചസ് ഉണ്ട്. കാരണം ഈ കുഞ്ഞൊന്ന് ഇൻഡിപെൻഡൻ്റ് ആയി കിട്ടേണ്ട വരെ അവർക്ക് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ശരിക്കും ഒരു ചലഞ്ചാണ്. അത് സോൾവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി ചെറിയ പ്രായത്തിൽ നല്ല പ്രൊഫഷണൽ ഹെൽപ്പ്, ക്വാളിഫൈഡ് സ്റ്റാഫ് ആയിരിക്കണം. നിങ്ങൾക്ക് തെറാപ്പി കാണാൻ പറ്റണം, കുഞ്ഞിന് റെഗുലറായിട്ട് പ്രോഗ്രസ് ഇവാലുവേഷൻ ഉണ്ടാവണം. അതുപോലെ നിങ്ങൾക്ക് ആ കുഞ്ഞിൻ്റെ പ്രോഗ്രസ് അറിയാൻ പറ്റണം. നിങ്ങൾക്ക് ആ കുഞ്ഞിൻ്റെ കൂടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളുള്ള സപ്പോർട്ട് കിട്ടണം. ഇതെല്ലാം എങ്ങനെയാണ് ഒരു സെൻറ്റർ ചൂസ് ചെയ്യുന്നുള്ളതിന് ആൻസറാണ്. മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഈ ഏർലി ഏജിൽ വരുന്ന കുട്ടികൾ നല്ലൊരു ശതമാനം അവരിന്ന് മുഖ്യധാരയിൽ പഠിക്കുന്നു.